പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് നടന്ന ഈ വീഡിയോ ദൃശ്യം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ, ആര്യ രാജേന്ദ്രൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർ ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിക്കുകയും ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരിക്കുമെന്നുള്ള ഒരു വ്യാജ മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രഥമ ദൃഷ്ട്യം നമുക്ക് മനസ്സിലാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഡ്രൈവർ അത്രയും പബ്ലിക്കായിട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഇത്രയും ആംഗ്യം കാണിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം സംഭവം ചെയ്യുമെന്നോ നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. ഈ കേസിന് മൊഴിക്ക് ബലം കിട്ടുവാൻ വേണ്ടി ഏറ്റവും ഇവരുടെ മനസ്ഥിതിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏറ്റവും ഹീനമായ ഒരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇവരൊക്കെ നാളെ ജയിച്ചു കഴിഞ്ഞ് വന്നാൽ, ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ റോഡിലൂടെ നടക്കുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ റോഡിലൂടെ വാഹനം ഇറക്കുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടി KSRTC ഈ വാഹനത്തിലെ റിസർവ്ഡ് യാത്രക്കാരായിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 70% പേരും ഈ ഡ്രൈവറെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ് റോഡിൻ്റെ വാഹനം തടയാൻ മന്ത്രിക്ക് പോലും അധികാരമില്ലാതിരിക്കുക ഇവരോട് ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്ന്